നമസ്കാരം. മനുഷ്യജീവന് എത്രത്തോളം വിലയുണ്ട് എന്നുള്ളത് ഇന്നത്തെ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ മാത്രമല്ല, കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലത്തും സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു വാർത്ത കണ്ടു. ആ വാർത്ത എന്ന് പറയുന്നത് ആലപ്പുഴ, അതായത് ഈ തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഭാഗത്ത് ആലപ്പുഴ ജില്ലയിൽ ഒരു വലിയൊരു ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ റോഡുകൾ വലിയ 6 വരിപ്പാത ടോൾ റോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ രക്തസാക്ഷികളെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി ജീവൻ ത്യജിക്കുന്ന കുറേ ആളുകളെ പറ്റി നമുക്കറിയാം. അവർ ഇപ്പോൾ രക്തസാക്ഷികളെന്ന് പറയുന്ന പാർട്ടി രക്തസാക്ഷികൾ നമുക്കറിയാം. പിന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ള നമ്മുടെ ജവാന്മാരെ പറ്റി നമുക്കറിയാം. അങ്ങനെയുള്ള പല സംഭവങ്ങളും അറിയാം. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു റോഡ് നിർമ്മാണത്തിൽ 40ഓളം ആളുകൾ രക്തസാക്ഷിത്വം വരിച്ച ഒരു കഥ നമുക്ക് കേരളത്തിന് അഭിമാനമായിട്ട് പറയാൻ സാധിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അങ്ങ് അരൂർ മുതൽ തുറവൂർ വരെയുള്ള നാട്ടിലാണ്. ഈ പറഞ്ഞ നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയ്ക്ക് സമീപമുള്ള ആ ഒരു സ്ഥലത്താണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വളരെ ലജ്ജാവഹമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മനോരമ പത്രത്തിലാണെന്ന് തോന്നുന്നു, 40ഓളം വരുന്ന ആളുകളുടെ ചിത്രങ്ങൾ വെച്ചിട്ട് ഇവരാണ് രക്തസാക്ഷികൾ എന്നും പറഞ്ഞൊരു വലിയൊരു ഇത് കൊടുത്തിരിക്കുന്ന കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഈ റോഡ് പണി നടക്കുന്ന ആൾക്കാർക്ക് ഉളുപ്പില്ലട മക്കളെ എന്ന് ചോദിച്ചു പോകും. ഇതൊക്കെ നോക്കി നിൽക്കുന്ന കഴിവുകെട്ട ഭരണകൂടമാണോ നമ്മുടെ നാട്ടിലും കേന്ദ്രത്തിലും ഉള്ളത് എന്ന് ചോദിച്ചു പോകും. നാട്ടിലെ കേരള സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നില്ല, കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പിന്നെ ഇതൊന്നും കണ്ടിട്ടും കാണാതെ നടിക്കുകയാണോ നമ്മുടെ കോടതി എന്ന് വരെ നമുക്ക് തോന്നിപ്പോകുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇന്നലെ കണ്ട ആ ഒരു വാർത്ത ഞാൻ കാണിച്ചു തരാം. ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ അറിവിലേക്ക്, അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ചന്ദിരൂർ എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഗഡർ വീണാണ് ഈ അപകടം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2:30 ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് അവിടെ ഗഡറുകൾ സ്ഥാപിക്കുന്ന നിർമ്മാണ ജോലികൾ നടക്കുകയായിരുന്നു. അതിൽ 2 ഗഡറുകളാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, പൂർണ്ണമായും തന്നെ ഗഡർ വീണ് അതിലൂടെ പോവുകയായിരുന്ന ഒരു പിക്കപ്പ് വാനിന് മുകളിലേക്ക് വീണ് ആ പൂർണ്ണമായും പിക്കപ്പ് വാൻ തകർന്നിരിക്കുകയാണ്. അതിനകത്ത് ഡ്രൈവർ ഉണ്ട്. എറണാകുളത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്നു ഈ പിക്കപ്പ് വാൻ. മുട്ട കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. പത്തനംതിട്ട സ്വദേശിയായ രാജേഷ് ആണ് ഡ്രൈവർ. അദ്ദേഹം ഇതിനടിയിൽ പെട്ടുകിടക്കുകയാണ്. 2:45 അപകടം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 3 മണിക്കൂർ പിന്നിടുകയാണ് ഈ അപകടം നടന്നിട്ട്. ആ സ്ഥലത്തേക്ക് ഒരു കൂറ്റൻ ക്രെയിൻ, അതാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഈ വാർത്ത നിങ്ങൾ കണ്ടു കാണാം. ഇതിനോടനുബന്ധിച്ചുള്ള പല വാർത്തകളും നിങ്ങൾ കണ്ടു കാണാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴത്തേക്കിനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രോട്ടോകോൾസ് പാലിക്കേണ്ടതല്ലേ? നിങ്ങൾ ഈ തുറവൂർ മുതൽ അരൂർ വരെയുള്ള റൂട്ടിൽ വണ്ടി ഓടിച്ചു പോയാൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾക്കറിയാം, ആ മര്യാദയ്ക്ക് അവിടെ പാലം പണിയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അടിയിലത്തെ റോഡൊന്ന് ടാറെങ്കിലും ചെയ്തിടണ്ടേ? അതുപോലും ചെയ്തിടത്തില്ല എന്നുള്ളതാണ്. നീയൊക്കെ പണി കഴിഞ്ഞിട്ട് ടോള് പിരിക്കാനായിട്ട് വരുമല്ലോ കൃത്യമായിട്ട്, അന്നേരം ഒരു പ്രശ്നവുമില്ല. ഈ പണി നടക്കുന്ന സമയത്ത് എത്ര നാളുകളായിട്ട്, 1 വർഷത്തിലധികമായിട്ട്, 2 വർഷത്തോളമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും കാണാനും ചോദിക്കാനും ഇവിടുത്തെ മാധ്യമങ്ങൾ ആരുമില്ല. ഒരു അപകടം ഉണ്ടാകുമ്പോഴത്തേക്കിനും റിപ്പോർട്ട് കൊടുക്കാനും അത് വെച്ച് വലിയ ആൾക്കാരാവാനും ഇഷ്ടം പോലെ TV ചാനലുകളും പത്രങ്ങളും വരും. ഇത് ചോദിക്കാൻ കോടതിയുമില്ല, ഒരു മനുഷ്യനുമില്ല. ഇതിനെതിരെ ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കാൻ പോലും ഒരു മനുഷ്യനും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ, എനിക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ടാണ്. സമയമില്ല, ഇഷ്ടം പോലെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഈ നാട്ടിലുണ്ട് പൊതു താല്പര്യ ഹർജി കൊടുക്കാനായിട്ട്. ഒരു പൊതു താല്പര്യ ഹർജി ഈ ഒരു പരിപാടിക്കെതിരെ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കോടതി നടപടി എടുക്കില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് പോലും ആർക്കും വയ്യ. ഈ നാട്ടിൽ MP ഉണ്ട്, MLA ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. അല്ലെങ്കിൽ ഇവർ ആർക്കും ഇതൊന്നും നോക്കാൻ വയ്യ. 40ഓളം ആളുകൾ ഈ ഒരു അരൂര് തുറവൂർ പാതയുടെ നിർമ്മാണത്തിനിടയ്ക്ക് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ ലജ്ജാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇത്രത്തോളം വില മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിയിൽ കൂടെ വാഹനം ഓടിച്ച് ഞാനും പലതവണ പോയിട്ടുണ്ട്. എൻ്റെ വൈഫിൻ്റെ വീട് തുറവൂരാണ്. ആ തുറവൂരിലേക്ക് പോകണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും പാലാരിവട്ടത്തുനിന്ന് ഈ വഴിയിലൂടെ വണ്ടി ഓടിച്ച് പോകണം. നമ്മൾ പോകുമ്പോഴത്തേക്കിനും ഭയമാകും, പേടിപ്പെടുത്തുന്ന രീതിയിലാണ് അവിടെ നിർമ്മാണങ്ങൾ നടത്തുന്നത്. പല സ്ഥലത്തും പല സമയത്തും യാതൊരുവിധ സേഫ്റ്റി പ്രോട്ടോക്കോളും പാലിക്കാത്ത തരത്തിലാണ് ഈ റൂട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒന്നുകിൽ റോഡ് പണി നടക്കുമ്പോഴത്തേക്കിനും ആ പണി നടക്കുന്ന ഭാഗം അടച്ചിടുക. പക്ഷേ അങ്ങനെ അടച്ചിടാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണം. കാരണം മുകളിൽ
ഒരു ഫ്ലൈ ഓവർ ആണ് പണിയുന്നത്. നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോഡിന് മുകളിൽ ആണ് ഫ്ലൈ ഓവർ പണിയുന്നത്. അപ്പോൾ അടിയിൽ എന്തായാലും യാത്ര ആ ഒരു അടിയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ യാത്ര ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. പകരം വഴിയുണ്ടോ? പകരം വഴി കൊടുത്തിട്ടില്ല. 1-2 സ്ഥലങ്ങളിൽ പകരം വഴി കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു സംവിധാനങ്ങളുമില്ല. എന്നാൽ സേഫ്റ്റി നോക്കണോ? അതില്ല, ഒരു കുന്തവും ഇല്ല. ഈ ഗർഡർ വീണ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തി ഉൾപ്പെടെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ കഷ്ടം നിറഞ്ഞൊരു സംഭവം. നമ്മൾ ഓരോ വിദേശ രാജ്യങ്ങളിൽ, ഞാൻ ധാരാളം രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ഏത് വിദേശ രാജ്യത്ത് പോകുമ്പോഴും നമുക്ക് അവിടെ ഒരു റോഡ് പണിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ പണിയാണെങ്കിൽ പോലും, റോഡിനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണെങ്കിൽ പോലും അതിന് അവർ പാലിക്കേണ്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു സേഫ്റ്റി പ്രോട്ടോക്കോൾ ഉണ്ട്. ആ ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ നിന്നും ഒരു ചുറ്റികയോ ഒരു കരിങ്കല്ലോ പോട്ടെ, അതൊന്നും വേണ്ട, ഒരു ചെറിയ ആണി കഷ്ണം പോലും റോഡിലൂടെ നടക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ വണ്ടിയുടെയോ മുകളിൽ വീഴാത്ത രീതിയിൽ കൃത്യമായ പ്രോട്ടോക്കോളുകൾ പാലിച്ചാണ് പല രാജ്യങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ എന്ത് തേങ്ങ നടത്തുന്നു ഇവിടെ എന്ത് നടത്തുന്നു? ആകെ കുറച്ചെങ്കിലും എന്തെങ്കിലും നടക്കുന്നത് ഇവിടെ കൊച്ചി മെട്രോയുടെ സമയത്ത്, കൊച്ചി മെട്രോ പണി നടക്കുന്ന ഭാഗത്താണ്. പക്ഷേ അതും കണക്കാം. കൊച്ചി മെട്രോയുടെ നിർമ്മാണമാണെങ്കിൽ പോലും മര്യാദയ്ക്ക് റോഡിന് വീതി പോലും കൂട്ടാതാണ് കൊച്ചി മെട്രോ തൂണ് പണിത് വെച്ചിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ മുമ്പിലൊക്കെ പാലാരിവട്ടത്തൊക്കെ കുപ്പിക്കഴുത്താണ് ബേസിക്കലി. ആ കുപ്പിക്കഴുത്തിലൂടെ വേണം ഇപ്പോഴും വണ്ടികൾ പോകാനായിട്ട്. ഇപ്പോഴും കാക്കനാട് ഭാഗത്തേക്കുള്ള റൂട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഈ നാട് ഭയങ്കര വികസിക്കുന്ന രാജ്യമാണെന്ന് പറയുന്നു, അമേരിക്കയെക്കാട്ടിൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ റോഡും ബാക്കിയുള്ള സംഭവങ്ങളും കേരളത്തിലുണ്ടെന്ന് പറയുന്നു, എന്തുകൊണ്ട് ഇതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ആ ഒരു സേഫ്റ്റി പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യിക്കാനായിട്ട് നിയമം ഉണ്ടെങ്കിലും നിയമം ഇല്ലെങ്കിലും എന്തുകൊണ്ട് അതൊന്നും ചെയ്യാനായിട്ടും നോക്കാനായിട്ടും നമുക്കാർക്കും സാധിക്കുന്നില്ല, അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കോടതിയും ബാക്കിയുള്ള ആളുകളും ഇതിനകത്ത് അതിശക്തമായിട്ട് ഇടപെട്ട് വളരെ അത്യാവശ്യമായിട്ട് ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇനി ആ ഒരു അരൂര് തുറവൂര് ആ ഒരു ഉയരപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപായിട്ട് ഇനിയും ഇതുപോലെ ധാരാളം ആളുകൾ അവരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഒരു മനുഷ്യൻ്റെ ഒരു ജീവൻ പോലും നമുക്ക് അതിനകത്ത് ഇനി പോകാൻ പാടില്ല. അത്തരത്തിൽ വളരെ മികച്ച രീതിയിൽ സേഫ്റ്റി കാര്യങ്ങൾ ഇനിയെങ്കിലും നോക്കാനായിട്ട് നിങ്ങൾ അധികാരികൾ തീർച്ചയായും അതിനിടയ്ക്ക് എന്തെങ്കിലും വരണം. പിന്നെ പത്രപ്രവർത്തകരോടും TV-ക്കാരോടുമാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കുറേ കാര്യങ്ങൾ ആളുകൾക്ക് ഉപകാരപ്രദമാവട്ടെ. ഇനിയിപ്പോൾ ഇലക്ഷനും മറ്റുമൊക്കെ വരികയാണ്. ഇനിയിപ്പോൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. എന്നിരുന്നാലും പറയാം, വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ എറണാകുളത്തും പരിസര പ്രദേശത്തും അല്ലെങ്കിൽ വേണ്ട പല സ്ഥലത്തുമുള്ള ഈ പാലങ്ങളിലേക്ക് കയറി ഇറങ്ങുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ഏത് പാലത്തേക്ക് കയറണമെങ്കിലും വണ്ടി നിർത്തി ഫസ്റ്റ് ഇട്ടാലേ കയറാൻ പറ്റുള്ളൂ. അതുപോലത്തെ രീതിയിലാണ് പാലങ്ങൾ പലതും പണിത് വെച്ചിരിക്കുന്നത്. നമ്മുടെ റോഡുകൾ പലതും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി അഥവാ ഏതെങ്കിലും നല്ല റോഡുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് റോഡുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടതായിരിക്കുന്നു. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ ട്രാഫിക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ആ റോഡൊന്ന് നന്നാക്കി ഇട്ടാൽ മാത്രം മതി. ആ കുണ്ടും കുഴിയും ഒന്ന് ഒഴിവാക്കിയാൽ മാത്രം മതി. ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ല എല്ലാവരും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതൊന്നും ചെയ്യാതെ ഇപ്പോഴും എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന നമുക്കറിയാം. നമ്മൾ ആ ഒരു തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ആ ഒരു യാത്ര, എറണാകുളം മുതൽ തൃശ്ശൂർ വരെയുള്ള ആ ഒരു യാത്രയിൽ വളരെയധികം ട്രാഫിക് ബ്ലോക്ക് നമുക്ക് ലഭിച്ച സമയത്ത് ഭയങ്കര ബ്ലോക്ക്. അതായത് അവിടെ ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് റോഡ് വീതി കൂട്ടി ടോൾ റോഡ് ആക്കിയപ്പോൾ മേൽപ്പാലം പണിത് സിഗ്നലുകൾ ഒഴിവാക്കി മേൽപ്പാലം പണിയേണ്ട സ്ഥലത്ത് അത് പണിയാതെ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, അതും പ്രോപ്പറായിട്ട് സർവീസ് റോഡൊന്നും കൊടുക്കാതെ പണിതുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവിടെ അത്രയും വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി പാലിയേക്കര ടോളിലെ പ്രശ്നങ്ങളും നാട്ടുകാർ ഇടപെട്ടതും ആളുകൾ പൊതുതാൽപര്യ ഹർജിയായിട്ട് കോടതിയെ സമീപിച്ചതും ഒക്കെ അതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. അവിടെ പോലും സംഭവിച്ചത് ഇതാണ്. നമുക്ക് പണി നടക്കുന്ന സമയത്ത് ഈ വാഹന ഗതാഗതം സൈഡിലൂടെ വഴിതിരിച്ചു വിടും. ആ സൈഡിലൂടെ വഴിതിരിച്ച് വിടുന്നിടത്ത് കുണ്ടും കുഴിയുമായിരിക്കും. അവിടെ പ്രോപ്പറായിട്ട് നീറ്റായിട്ട് ഹമ്പ് പോലും വെക്കാതെ ടാർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ആവില്ല. ഈ മണ്ടന്മാർക്ക് ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവുമോ? എന്താണത്? അതിനുവേണ്ടി പോലും പൈസ മുടക്കാൻ ഈ നിർമ്മാണ കമ്പനിയുടെ കയ്യിൽ ഇല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കഷ്ടമാണ്. ഈ പണി ചെയ്യുന്ന ആൾക്കാർ എന്താ, ഞാനിവിടെ പണി ചെയ്യുകയാണ്, അതുകൊണ്ട് പണി ചെയ്യുന്നവരെ ഞാൻ ഈ റോഡിലെ കുണ്ടും കുഴിയും ടാർ ചെയ്യില്ല എന്നുള്ള കാഴ്ചപ്പാട് എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കിപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ആളുകളുടെ ജീവനും അവരുടെ വണ്ടിക്കും നമ്മൾ ടാക്സ് കൊടുത്ത് പോകുന്ന റോഡല്ലേ, അല്ലെങ്കിൽ നമ്മൾ ടാക്സ് കൊടുത്ത് ഉപയോഗിക്കുന്ന വണ്ടിയല്ലേ, ഇതിനൊക്കെ നമ്മൾ ആസ് എ പൗരൻ കുറച്ചെങ്കിലും വില
നമുക്ക് ലഭിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഈ പറഞ്ഞ രാജ്യത്ത് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് സത്യം പറഞ്ഞാൽ. നിരന്തരം ഇതുപോലെയുള്ള വാർത്തകൾ കാണുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് ആൾക്കാർ റോഡപകടം എന്ന് പറഞ്ഞാൽ വണ്ടി ഇടിച്ചല്ലെന്നേ, ഇതുപോലെ ഈ സാധനങ്ങളൊക്കെ വണ്ടിയെ വീണും തലയെ വീണും ഒക്കെ മരിക്കുന്നു എന്നൊക്കെ പറയുമ്പം സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെയിം ടു അവർ കൺട്രി, ഇറ്റ്സ് എ ഷെയിം ടു അവർ സ്റ്റേറ്റ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. സോ ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സംതിങ്.